കടുവപ്പാറ സ്വദേശിയായ സുനിൽകുമാറിൻ്റെ കുടുംബത്തെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ദുരന്തങ്ങൾ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ് സുനിൽകുമാറും ഭാര്യയും. 2018 ഈ കുടുംബത്തെ തേടി ആദ്യ ദുരന്തം എത്തുന്നത്. അവരുടെ എല്ലാമായിരുന്ന മൂത്ത മകൾ അഖില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജീവനൊടുക്കി. അഖിലയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് എപ്പോഴും ആ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായാതെ മകളോടുള്ള സ്നേഹവായ്പകളുമായി ആ കുടുംബം എപ്പോഴും എത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണിവിടെ. അവിടേക്കാണ് വളരെ അപ്രതീക്ഷിതമായി 2024 അഖിലയുടെ അനുജനായിരുന്ന അഖിലും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജീവനെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് കാരണക്കാരിയായത് മറ്റൊരഖില എന്നത് വിധിവൈപരീത്യം. അഖിലയെയും നഷ്ടപ്പെട്ടതിൻ്റെ തീരാനൊമ്പരത്തിൽ കഴിയുകയായിരുന്ന സുനിൽകുമാറിൻ്റെ കുടുംബത്തിന് പിന്നെ പ്രതീക്ഷയുണ്ടായിരുന്നത് അഖിലിൻ്റെ രക്തത്തിൽ പിറന്ന ആ കുഞ്ഞു ഓമനയായിരുന്നു. ഒരിക്കൽ പോലും ജീവനോടെ അതിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആ കുഞ്ഞിനെ എങ്ങനെയും തങ്ങളുടെ മകനായി എല്ലാ പ്രതീക്ഷയുമായി വളർത്തിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ആ സുനിൽകുമാറും ഭാര്യയും. പക്ഷേ അവരെ കഴിഞ്ഞ 29-ാം തീയതി കാത്തിരുന്നത് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത. കേരളത്തിൻ്റെ മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ നൊമ്പരപ്പെടുത്തിയ, ഞെട്ടിച്ച, മരവിപ്പിച്ച ഒരു ദാരുണമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പിന്നീട് അവിടെ നിന്ന് കേട്ടത്. ഈ പിഞ്ചു ശരീരത്തിൽ എങ്ങനെ ഇത്രയധികം ക്രൂരമായ മുറിവുകൾ ഏൽപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയും എന്ന് ഇപ്പോഴും ആ ആളുകൾ പരസ്പരം ചോദിക്കുന്ന തരത്തിലേക്ക് മാറി. ആ കൊടും ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസ് പരിശോധനകളിൽ കണ്ടെത്തിയത് പുറത്തറിഞ്ഞതോടെ 52 മുറിവുകൾ ബാഹ്യമായി ദേഹത്തുണ്ട് എന്ന് പറയുമ്പോൾ 6 വാരിയലുകൾ, ആ പിഞ്ചു കുഞ്ഞിൻ്റെ 6 വാരിയലുകൾ തല്ലി തകർത്തെന്ന് പറയുമ്പോൾ അതിൻ്റെ നെഞ്ചത്ത് ചവിട്ടി ജീവൻ നഷ്ടപ്പെട്ടെന്ന് ഉറപ്പുവരുത്താനായി ക്രൂരതകൾ അഷ്കർ തുടരുകയായിരുന്നെന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമെന്ന് ആർക്കും ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു സാഹചര്യം. ആ ദുരന്തങ്ങൾക്ക് നടുവിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം ആ കുടുംബത്തെ അലട്ടുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് സുനിൽകുമാർ തന്നെ പറയുന്നത്. എങ്ങനെയും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക. തൻ്റെ മകൻ്റെയും തൻ്റെ കൊച്ചുമകൻ്റെയും ജീവൻ എടുത്തവർക്ക് നിയമം ഉറപ്പുവരുത്തുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അതിനുവേണ്ടിയാണ് തങ്ങൾ കാത്തിരിക്കുന്നത്. കണ്ണിൽ നിന്ന് കണ്ണീർ അടർന്നു വീഴാതെയാണ് ആ നൊമ്പരം അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചത്. കുഞ്ഞ് മരിക്കുന്നതിന് ഒരു 5 ദിവസം മുമ്പ് വിളിച്ചപ്പോഴത്തേക്കും ഈ അഖില പറയുന്നത്, ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്, വന്നിട്ട് ഉടനെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാണത് പറഞ്ഞത്? അത് പറഞ്ഞത് ഒരു ഈ കഴിഞ്ഞ മാസം 26-ാം തീയതിയോടടുപ്പിച്ചാണ് എന്നോട് പറഞ്ഞത്. 26-ാം തീയതി. അപ്പോൾ 30-ാം തീയതി തിരികെ വരും. തിരികെ വന്നിട്ട് കുഞ്ഞിനെ തരാമെന്നാണ് പറഞ്ഞത്. തിരികെ വന്നു, കുഞ്ഞിനെ തന്നു. ഈ ജീവച്ഛവമായിട്ടാണ് അവൾ കുഞ്ഞിനെ തിരികെ തന്നത്. കുഞ്ഞിന് ഇങ്ങനെ ക്രൂരമായി മർദ്ദനം ഏൽക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ നിങ്ങൾ അറിഞ്ഞില്ല? കൃത്യമായിട്ട് ഞാൻ ഓടി എത്തുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സൂചന എനിക്ക് ചെറു സൂചന പോലും കിട്ടിയില്ലായിരുന്നു. എനിക്ക് കുടുംബത്തിൻ്റെ എല്ലാമായിരുന്ന 2 മക്കളെയും ഒടുവിൽ കൊച്ചുമകനെയും നഷ്ടപ്പെട്ടതിൻ്റെ തീരാ നോവിലാണ് സുനിൽകുമാറും ഭാര്യയും. വാക്കുകൾക്ക് അപ്പുറമാണ് അവരുടെ നൊമ്പരം. കേരളം മുഴുവൻ ആ കുടുംബത്തിന് പിന്തുണയുമായി ഇപ്പോൾ കൂടെയുണ്ട്. നാളെയും അങ്ങനെ തന്നെ ഉണ്ടാവേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.